അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം എന്നാണ് പ്രമാണം. ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് വയറ്റിലൂടെ മാത്രമേ കടന്നു ചെല്ലാൻ കഴിയുന്നുവെന്നാണ് പഴമൊഴി. മനുഷ്യനെന്ന യന്ത്രത്തെ പ്രവർത്തനക്ഷമമാക്കുന്ന ഇന്ധനമാണ് ഭക്ഷണം. ഭക്ഷണം ഔഷധമാണ്. ഭക്ഷണ സുരക്ഷിതയില്ലായ്മയാണ് യഥാർത്ഥമായ ദാരിദ്ര്യം. അന്നമെന്നാൽ ബ്രഹ്മാവാണ്. അന്നത്തിൽ നിന്നാണ് ജീവൻ ഉടലെടുക്കുന്നത്. നെല്ലരിയാണ് കേരളീയരുടെ മുഖ്യ ആഹാരം. പണ്ടുകാലത്ത് തിന, കൂവരക്, മരച്ചീനി, വിവിധ കിഴങ്ങുകൾ എന്നിവ പാവങ്ങളുടെ ഭക്ഷ്യപദാർത്ഥമായിരുന്നു. കുബേരന്മാരുടെ സദ്യയാണ് അമൃതത്തായി അറിയപ്പെട്ടിരുന്നത്. കേരളീയ സദ്യ അക്ഷരാർത്ഥത്തിൽ ഒരു മൃഷ്ടാന്ന ഭോജനമാണ്. കദളിവാഴയിലയിൽ തുമ്പപ്പൂ പോലുള്ള ചോറ് വിളമ്പുന്നു. പച്ചടി, കിച്ചടി, നാരങ്ങ, മാങ്ങ, ഇഞ്ചി അച്ചാറുകൾ, സാമ്പാർ, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, പാൽപ്പായസം, അടപ്രഥമൻ തുടങ്ങി സദ്യവട്ടങ്ങളെല്ലാം കൂടി അകത്താകുമ്പോൾ വയറിനു മാത്രമല്ല തലയ്ക്കും കനമേറും. ഒരുതരം ഭോഗാലസ്യത്തിൽപ്പെട്ട് ഉറങ്ങേണ്ടി വരും. സദ്യ ഇന്ന് വിശേഷ അവസരങ്ങളിൽ മാത്രമാണ്. നമ്മൾ പിന്നെ രാവിലെ ഇപ്പോൾ ഇഡ്ഡലി കഴിക്കുന്നു അല്ലെങ്കിൽ ദോശ കഴിക്കുന്നു. അത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. കാരണം അതിൽ അരിയും ഉഴുന്നും ചേർന്നിരിക്കുകയാണ്. അരിയിലില്ലാത്ത ചില മൂലകങ്ങൾ ഉഴുന്നിലും, ഉഴുന്നിലില്ലാത്ത ചില മൂലകങ്ങൾ അരിയിലുമുണ്ട്. അപ്പോൾ അത് വളരെ ബാലൻസ്ഡായി കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഫുഡാണ്. ഇതുമാതിരി വെജിറ്റബിൾസ്. അപ്പോൾ നമ്മുടെ സാധാരണ ആയിട്ടുള്ള ഒരു ഡയറ്റ്, ഒരു രാവിലെ പിന്നെ ഇഡലിയോ ദോശയോ, ഉച്ചയ്ക്ക് നമ്മുടെ ഊണോ, അവിയലോ, സാമ്പാറോ, ഇതെല്ലാം ചേർന്നിട്ടുള്ള സാധാരണ ആയിട്ടുള്ള ഡയറ്റിൽ ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന എല്ലാ കാലറി റിക്വയർമെൻറ്റ്സും, മിനറൽ ആൻഡ് വൈറ്റമിൻ റിക്വയർമെൻറ്റ്സും ഉണ്ട്. രാവിലെ ഒരു കഞ്ഞിയും പുഴുക്കും നല്ലൊരു തുടക്കം ദിവസത്തിന്. അതിനകത്ത് വേണ്ടതൊക്കെ ഉണ്ട്. സ്റ്റാർച്ചുണ്ട്. ഉച്ചക്കലത്തെ ഭക്ഷണത്തിൽ വേണ്ട പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് രീതിയാണ് പരമ്പരാഗതമായ ഭക്ഷണ രീതിയിലുണ്ടായിരുന്നത്. പിന്നെ വളരെയധികം അതിൻ്റെ അകത്തെ ഐറ്റംസൊക്കെ തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നതും നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പ്രഭാത ഭക്ഷണത്തിന് മിക്കപ്പോഴും അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളായിരുന്നു. പാരപ്പം, വെള്ളയപ്പവും ഇഡലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിനൊത്തിരി മാറ്റങ്ങൾ സംബന്ധിച്ച് ചപ്പാത്തിയുണ്ട്, പൂരിയുണ്ട്, പിന്നെ സാൻഡ്വിച്ചസ് ഉണ്ട്. എനിക്ക് ആ മാറ്റങ്ങൾ വളരെ ഇഷ്ടമാണ്. കാരണം വെറൈറ്റി ഈസ് ദ ചാം ഓഫ് ലൈഫ് എന്ന് പറയാറില്ലേ, ആ വൈവിധ്യമാണ് ജീവിതത്തിനെ ഇത്രയും രസകരമാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ഈ നെല്ലെല്ലാം കുത്തി തവിടൊക്കെ ഉള്ള അരിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ചോറുണ്ണാനായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ എല്ലാ പലഹാരത്തിനായിരുന്നാലും എല്ലാത്തിനും ഈ തവിട് കലർന്ന ആഹാരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല പ്രോട്ടീനായിട്ടുള്ള ആഹാരം തന്നെയാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിംഹത്തിൻ്റെയും വ്യാഘ്രത്തിൻ്റെയും കൂർത്ത നഖമോ കൂർത്ത പല്ലോ ഇല്ലാത്ത മനുഷ്യൻ ശരീരശാസ്ത്രപ്രകാരം സസ്യബുക്കാണ്. ധാന്യങ്ങൾ ആകാശത്തിലെ പറവുകൾക്കും പുല്ലും ഇലകളും ആടുമേടുകൾക്കും കായ്കനികൾ മനുഷ്യർക്കും വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യശരീരത്തിന് ആവശ്യമായ മാംസ്യവും അന്നജവും കൊഴുപ്പുമെല്ലാം സസ്യഭക്ഷണത്തിൽ ഉണ്ട്. പച്ചക്കറികളിലെ നാരുകൾ കൊഴുപ്പ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനെ തടയുന്നു. എന്നാൽ വിപരീത ദശ കൃത്രിമവളങ്ങളും കീടനാശിനികളുമാണ്. ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം ഇന്ന് പാശ്ചാത്യർ അഡ്വൈസ് ചെയ്യുന്ന ഡയറ്റ്, ഇന്ത്യക്കാർ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന ഡയറ്റാണ് ഫാറ്റ് ഫ്രീ വെജിറ്റേറിയൻ ഫുഡ്. കൊഴുപ്പില്ലാത്ത സസ്യാഹാരം. മത്സ്യമാകാം എന്നാണ് പറയുന്നത്. മത്സ്യമാകാം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് മത്സ്യം എണ്ണയിൽ പൊരിച്ചു കഴിയുമ്പോൾ വീണ്ടും കൊഴുപ്പായി, അല്ലെങ്കിൽ ഒരുപാട് തേങ്ങ ചേർത്ത് നമ്മൾ കറി വയ്ക്കുമ്പോൾ വീണ്ടും കൊഴുപ്പായി. അപ്പോൾ അതുകൊണ്ട് തേങ്ങയില്ലാതെ കറി വെച്ച് കഴിക്കാൻ കഴിയുകയാണെങ്കിൽ മത്സ്യം കുഴപ്പമില്ല. കേരളത്തിൻ്റെ സ്വന്തം സസ്യവിഭവങ്ങളായിരുന്ന ചേനയും ചേമ്പും കാച്ചിലും മത്തനും പാവലും പടവലും ഒക്കെ വരത്തന്മാരായ കാരറ്റിനും ഉരുളക്കിഴങ്ങിനും സവാളയ്ക്കും ബീട്രൂട്ടിനും കോളിഫ്ലവറിനും കാബേജിനും വഴിമാറിക്കൊടുത്തിരിക്കുകയാണ്. ജൈവവളങ്ങൾക്ക് പകരം രാസവളങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറികളിൽ ആരോഗ്യത്തിന് ഹാനികരമായ വിഷാംശങ്ങൾ കൂടിയിരിക്കുന്നു. പഴങ്ങൾക്ക് ഭാരവും വലിപ്പവും കൂട്ടാനുള്ള രാസപ്രയോഗങ്ങളും കീടനാശിനികളുടെ അമിത ഉപയോഗവും സസ്യഭക്ഷണത്തെയും രോഗജന്യമാക്കുന്നു. മാംസഭക്ഷണം സ്വാദിഷ്ടമാണെങ്കിലും പൂരിത കൊഴുപ്പുകൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവുകൾ വർദ്ധിപ്പിക്കുന്നു. ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ സമ്പന്ന രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. ഹോർമോൺ നൽകി കൃത്രിമമായി
വലിപ്പവും തൂക്കവും വർദ്ധിപ്പിക്കുന്ന ചവർ പോലെയുള്ള ബ്രോയിലർ ചിക്കനുകൾ ആരോഗ്യത്തിന് ഗുണകരമല്ല. പെൺകുട്ടികളെ ബാല്യത്തിൽ തന്നെ ഋതുമതികളാക്കും. പൊള്ളാച്ചിയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും കാൽനട ജാഥയായി കൊണ്ടുവരുന്ന രോഗബാധിതരായ അറവുകാളകളാണ് ബീഫ് ഫ്രൈ ആയി നമ്മുടെ തീൻമേശയിൽ എത്തുന്നത്. ബീഫ് ഇന്ന് കേരളത്തിൽ ഒരുപാട് സുലഭമാണ്, ഒരുപാട് കുറച്ച് വില കുറവും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കൂടാനുള്ള സാധ്യത വളരെയധികമാണ്. ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നതും അതുപോലെ ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. പ്രഷർ കൂടുന്നത് കൊണ്ടും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടും പ്രമേഹം കൂടുന്നത് കൊണ്ടും ഇവയെല്ലാം തമ്മിൽ മറ്റ് രോഗാവസ്ഥ കൂട്ടുവാൻ കാരണമാകുന്നു. ഇവയെല്ലാം ചേർന്ന് ഹൃദ്രോഗത്തിനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നു. ചിക്കൻ കോർണറുകൾ കേരളത്തിൽ കൂണുകൾ പോലെയാണ്. ബ്രോയിലർ ചിക്കൻ്റെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചതോടെയാണ് ചിക്കൻ കേരളീയരുടെ ഒരു പ്രധാന ഭക്ഷണമായത്. എണ്ണയിൽ പൊരിച്ച ചിക്കൻ ഫ്രൈക്കാണ് കൂടുതൽ ഡിമാൻഡ്. എരുതിയിൽ ചുട്ടെടുക്കുന്ന തന്തൂരി ചിക്കൻ നഗരകേന്ദ്രങ്ങളിലെ പ്രദർശന വസ്തുവാണ്. ചൈനീസ് പാചകവിധി പ്രകാരമുള്ള ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, ജിഞ്ചർ ചിക്കൻ എന്നിവ കൂടാതെ ചിക്കൻ മഞ്ചൂരിയൻ, ചിക്കൻ മുഗളായി എന്നിങ്ങനെ എത്രയെത്ര വേഷപ്പകർച്ചകൾ. കോഴിയേക്കാൾ മീനിന് വൻ വിലയായതിനാൽ ഫിഷ് ഐറ്റങ്ങൾക്ക് ഡിമാൻഡ് കുറവാണ്. വെറൈറ്റി, ധാരാളം വൈവിധ്യം നമ്മുടെ ഭക്ഷണത്തിലുണ്ടാവണം. ഒരേ തരത്തിലുള്ള ഭക്ഷണം തീർച്ചയായിട്ടും ശരീരത്തിന് നല്ലതല്ല. പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് തന്നെ, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് തന്നെ വളരെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാവുന്നത് തന്നെ. ആഹാരത്തിൻ്റെ വ്യാകരണം സങ്കീർണമാണ്. പണ്ട് മിഷ്ടാന്ന ഭോജനം എന്നാൽ പെരുമയുടെ ലക്ഷണമായിരുന്നു. അല്പം പോലും ഒഴിച്ചിടാതെ വയറു നിറയെ ഭക്ഷിക്കണം എന്ന ഏർപ്പാട്. ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ യോഗി, 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗി, 4 നേരം ആഹാരം കഴിക്കുന്നവൻ ദ്രോഹി എന്നാണ് പഴയ ആചാര്യന്മാർ പറയുന്നത്. അമിത ഭക്ഷണം മൂലമുള്ള പൊണ്ണത്തടിയും അത് ക്ഷണിച്ചു വരുത്തുന്ന ജീവിതശൈലി രോഗങ്ങളും ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നത് പണ്ട് സ്ത്രീ വിമോചനത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഇന്നിപ്പോൾ സ്ത്രീകൾ അടുക്കളയിൽ നിന്നും വിപണിയിലേക്കാണ്. ഇന്നത്തെ അടുക്കളകളിൽ ഭക്ഷണം ഒരുക്കുന്നത് വിപണിയാണ്. അടുക്കളകളുടെ വാണിജ്യവൽക്കരണം എന്ന് പറയാം. നാടൻ രുചികളുടെ കരിയും പുകയും വിയർപ്പും നിറഞ്ഞ അടുക്കളകൾ ഇന്നില്ല. കമ്പോളങ്ങളിൽ നിന്ന് വാങ്ങുന്ന ചേരുവകളും നിറവും മണവുമെല്ലാം നമ്മുടെ ഭക്ഷണ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. കമനീയമായി അലങ്കരിക്കപ്പെട്ട ആധുനിക അടുക്കളകൾക്ക് രുചിഭേദങ്ങളില്ല. എല്ലാത്തിനും ഒരേ രുചിയാണ്. നമ്മുടെ അടുക്കളകളെ തിരിച്ചുപിടിക്കേണ്ടിയിരിക്കുന്നു. സമയക്കുറവ് മൂലമാണ് സാധാരണ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. പിന്നെ സ്റ്റാറ്റസ് സിമ്പലായിട്ടും സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ സ്റ്റാറ്റസ് സിമ്പലായിടുമ്പം ഒരു പാർട്ടിക്ക് നമ്മൾ വിളിക്കുകയാണ് ഫ്രണ്ട്സിനെ. അപ്പോൾ ആരും പഴയ ഇഡലിയും ദോശയൊന്നും കൊടുത്ത് ആരും പാർട്ടി അല്ലെങ്കിൽ ട്രീറ്റ് കൊടുക്കാറില്ല. എല്ലാവരും എന്തെങ്കിലും ബർഗർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ കൊടുത്താണ് പാർട്ടി. അതിനൊരു അവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല ഇമേജ് വരുത്താനും എല്ലാം വേണ്ടിയിട്ടും ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിക്കുന്നുണ്ട്. പിന്നെ ഈ കോളേജ് വിദ്യാർത്ഥികൾ അവരൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കൂടി ഇങ്ങനെ ബേക്കറിയിൽ പോവുക, ഒരു കോക്ക് കുടിക്കുന്നു എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു. ഭോജനശാലകളിൽ കുടുംബസമേതം പോയി ഭക്ഷണം കഴിക്കുകയെന്ന പാശ്ചാത്യ ശീലത്തിന് കേരളീയരും അടിമപ്പെട്ടിരിക്കുകയാണ്. AC-യുടെ സുഖശീതളിമയിൽ അരണ്ട വെളിച്ചത്തിൽ ഭക്ഷണം ഉമിനീരിൽ ചവച്ചരിച്ച് പതുക്കെ അയവിറക്കുന്ന സ്വഭാവം കോളേജ് കുമാരന്മാരും കോളേജ് കുമാരികളും ഹോട്ടലുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും ഭക്ഷിക്കുന്നത് പ്രതാപചിഹ്നമായി കണക്കാക്കുന്നു. വർണ്ണപ്പകിട്ടുള്ള അലങ്കാര വസ്തുക്കളായി കണ്ണാടിപ്പെട്ടിയിൽ പ്രദർശിപ്പിക്കുന്ന ബേക്കറി സാധനങ്ങൾ കുട്ടികൾക്ക് പ്രിയങ്കരമാണ്. മധുര പലഹാര കൂമ്പാരങ്ങളാണ് പേസ്ട്രി ഷോപ്പുകളിൽ. ബേക്കറി സാധനങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒത്തിരി ഫ്ലേവറിങ്സും ഒത്തിരി ടോക്സിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമുക്ക് തന്നെ അറിയാം, കേരളത്തിലൊക്കെ എടുക്കുമ്പോൾ പണ്ടത്തെക്കാളും ക്യാൻസറിൻ്റെ ഒക്കറൻസ് ഒക്കെ പ്രിവലൻസ് ഒത്തിരി കൂടുതലാണ്. അതിന് പ്രധാന കാരണമായിട്ടുള്ളത് നമ്മുടെ ഈ റെഡിമെയ്ഡ് ഫുഡ്സാണ്. അപ്പോൾ രാവിലെ പോകുമ്പോൾ അമ്മമാരോട് പറയും, ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട, ഞാൻ ബേക്കറിയിൽ നിന്ന് കഴിച്ചോളാം. അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്ത് ന്യൂട്രീഷൻസ് പോഷകമുള്ള എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ, ഇതൊന്നും പ്രശ്നമല്ല. അപ്പോഴത്തെ തൽക്കാലമായിട്ടുള്ള ഇത്. നക്ഷത്ര ഹോട്ടൽ സമുച്ചയങ്ങൾ നഗരങ്ങളെ കീഴടക്കിയിരിക്കുകയാണ്. ബില്ല് കണ്ടാൽ കഴിച്ച ഭക്ഷണം ഉടൻ ദഹിക്കും. കഴുത്തറപ്പൻ ഹോട്ടലുകൾക്കിടയിൽ ഇടത്തരക്കാർക്കും പാവങ്ങൾക്കും ഏക ആശ്വാസം തട്ടുകടകളാണ്.
വഴിയോരങ്ങളിലെ തട്ടുകടകളെ സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പൊടിപടിക്കുന്നത് തട്ടുകട ബിസിനസ് തന്നെയാണ്. തട്ടുകടകളുടെ വൻ ഡിമാൻഡും ജനപ്രിയത്വവും കണക്കിലെടുത്ത് ചില പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഭക്ഷണം ഉടനടി നൽകുന്ന കൗണ്ടറുകൾ തുടങ്ങിയിട്ടുണ്ട്. അവയാണ് റോയൽ തട്ടുകടകൾ. ആഹാരം എന്ന് പറയുമ്പോൾ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർക്കുന്നില്ല, കളറോ ഫ്ലേവറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ കൂടുതലും അവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് അവർ എണ്ണയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു തരം പറഞ്ഞാൽ ശരീരത്തിന് ഹാനികരമായിട്ട് വരും. എങ്കിലും ബേക്കറിയിലെ ഫുഡ് പോലെ അത്രത്തോളം വരുന്നില്ല. കാരണം അത് എത്രയോ നാൾ പഴകിയതും ഈച്ചയും മറ്റതൊക്കെ വന്നിരുന്ന ഫുഡും ഒക്കെയാണ്. അതുപോലെ തന്നെ ഏത് ബേക്കറിയിൽ നിന്നാണ് കഴിച്ചതെന്നൊന്നും പിള്ളേർക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ഈ പോയി കഴിക്കുന്നവർക്ക് ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാലും അങ്ങനെയുള്ള കടക്കാരെ പെട്ടെന്ന് ബാധിക്കുന്നില്ല. പക്ഷെ തട്ടുകട എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വന്ന് കഴിക്കാനും ചുരുങ്ങിയ ചെലവിലും കഴിക്കാനൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ലോക്കലായിട്ടുള്ള ആൾക്കാർ തട്ടുകടയിലേ വരത്തുള്ളൂ. പകൽ വേളകളിൽ ചായയും വടയുമൊക്കെയാണ് തട്ടുകടകളിലെ വിൽപ്പന വസ്തുക്കൾ. സന്ധ്യ മയങ്ങിയാൽ നഗരകേന്ദ്രങ്ങളിൽ തട്ടുകടകളുടെ പ്രളയമാണ്. തത്സമയം ചുട്ടെടുക്കുന്ന ദോശയും ചമ്മന്തിയുമാണ് മുഖ്യ ഭക്ഷ്യപദാർത്ഥമെങ്കിലും മാംസഭക്ഷണം വിളമ്പുന്ന തട്ടുകടകൾ ഇപ്പോൾ വൻതോതിലാണ്. മായമോ മറിമായമോ ഇല്ലാത്ത ഭക്ഷണം നേരിട്ട് ലഭിക്കുന്നുവെന്ന ഗുണമുണ്ടെങ്കിലും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ വന്നടിയുമ്പോൾ ഭക്ഷണം മലിനമാകുന്നു. തട്ടുകടയിലെ ഭക്ഷണത്തിന് ഭയങ്കര രുചിയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ ലോഡ്ജിലൊക്കെ താമസിക്കുന്നവർക്ക് പോയി നിന്ന് അപ്പം തന്നെ ഭക്ഷണം ചൂടായിട്ട് കിട്ടുമെന്നൊക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ ഹൈജീനെക്കുറിച്ച് എത്ര ശുചിത്വമുള്ള സാഹചര്യങ്ങളിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെയധികം പരിശോധിക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് 6:30-ക്കോ 7 മണിക്കോ ഇടയ്ക്ക് ഇത് പ്രത്യക്ഷപ്പെടുന്നു. ഒരു മേശയും ബെഞ്ചുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എവിടെ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ ഭക്ഷണം ഇതെത്ര കണ്ട് ശുചിത്വം പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞൊടിയിടയിൽ കൺമുമ്പിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് ചൂടോടെ കൊടുക്കുന്ന ദ്രുതഭക്ഷണ സമ്പ്രദായം കേരളീയ നഗരങ്ങളെ കീഴടക്കിയിരിക്കുകയാണ്. കാശ് കൊടുക്കുന്നവരുടെ ഉള്ളം കയ്യിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന സമ്പ്രദായം. ഇന്ന് നിപ്പിൽ തന്നെ ഭക്ഷിക്കാം. വേണമെങ്കിൽ ഭക്ഷണം പൊതിയായി വീട്ടിൽ കൊണ്ടുപോകാം. ഫോണിൽ ഭക്ഷണം ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ വീട്ടുപടിക്കൽ എത്തുന്ന പാഴ്സൽ സർവീസ്. സന്ധ്യാവേളകളിൽ TV-ക്ക് മുമ്പിൽ തപസിരിക്കുന്ന സ്ത്രീജന്മം പുണ്യജന്മമാക്കുന്നവർക്ക് ഫാസ്റ്റ് ഫുഡ് അനുഗ്രഹവും ആശ്വാസവുമാണ്. റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡ് കടകളിലൊക്കെ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കുഴപ്പം അവയിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷെ അത്രയും കടന്നൊന്നും ആരും ചിന്തിക്കാറില്ല. തൽക്കാലത്തെ ആ ഒരു രുചി സ്വാദിൻ്റെ ഇത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വേണ്ടാത്ത പോയ്സൺ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ തന്നെ ചേർത്തിട്ട് ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ വ്യത്യാസപ്പെടുത്തി, അല്ലെങ്കിൽ ടേസ്റ്റ് നല്ല രീതിയിലൊക്കെ മാറി വന്ന് ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അസുഖം വരുന്നതിൻ്റെ ചാൻസ് വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ദോഷകരമാണെന്ന് വെച്ചാൽ ഒത്തിരി സാച്ചുറേറ്റഡ് ഫാറ്റ്സും ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ഹാർട്ട് ഡിസീസൊക്കെ ഇപ്പം ഒത്തിരി ഉണ്ടാകുന്നതിനുള്ള ഒക്കറൻസ് ഉള്ളതിന് ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാറി വരുന്ന ഭക്ഷണ സമ്പ്രദായമാണെന്നാണ്. ഫാസ്റ്റ് ഫുഡിന് അതിരുചി ലഭിക്കാൻ ഉപയോഗിക്കുന്ന അജനുമോട്ടോ എന്ന ലവണവും വിവിധതരം ഈസ്റ്റുകളും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഭക്ഷണത്തിന് കളറും ഫ്ലേവറും നൽകാൻ സിന്തറ്റിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഭക്ഷണം പൊരിക്കാൻ ഒരിക്കൽ തന്നെ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നത് അർബുദത്തിന് ഇടയാക്കും. എണ്ണയുടെ അമിത ഉപയോഗം വൃദ്ധിക്ഷയത്തിന് വഴിയൊരുക്കും. നൂഡിൽസും ഫ്രൈഡ് റൈസും ബിരിയാണിയുമെല്ലാം സ്ഥിരമായി കഴിക്കുന്നത് അകാലമരണം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അടുക്കളയിൽ തീ പുകയരുതെന്ന് നിർബന്ധമുള്ള വീട്ടമ്മമാർ ഹോട്ടൽ ഭക്ഷണം വാങ്ങി ഫ്രിഡ്ജിൽ ശീതീകരിച്ച് സൂക്ഷിക്കുന്നു. ആടുമാടുകൾ, കോഴി, മീൻ എന്നിവയുടെ ശവങ്ങൾ സൂക്ഷിക്കുന്ന മോർച്ചറിയാണ് ഫ്രിഡ്ജ്. ശീതീകരിച്ച ഈ ഭക്ഷണപദാർത്ഥങ്ങൾ ഓവൻ എന്ന തീച്ചൂളയിൽ ചൂടാക്കി ഭക്ഷിക്കുന്നതാണ് പുതിയ സംസ്കാരം. പഴക്കം ചെന്ന ഭക്ഷണം സ്ഥിരമായി ഉപയോഗിക്കുന്നവർ അൾസർ മുതൽ അർബുദം വരെയുള്ള സർവത്ര രോഗങ്ങൾക്ക് ഇരയാകുന്നു. ഭക്ഷ്യവിഷബാധയും വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുഡ് ടെക്നോളജിയുടെയും ഫുഡ് എഞ്ചിനീയറിംഗിൻ്റെയും കാലമാണ്. ബഹുരാഷ്ട്ര കുത്തകകളാണ് ഭക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളെ വികസിപ്പിച്ചത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യശൃംഖല മക്ഡൊണാൾഡ്സിൻ്റേതാണ്. മക്ഡൊണാൾഡ്സിൻ്റെ സുവർണ കമാനങ്ങൾ ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും ദൃശ്യമാണ്.
140 രാജ്യങ്ങളിലായി 30,000-ലധികം റെസ്റ്റോറൻറ്റുകൾ, കാറിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കൈനീട്ടി വാങ്ങാവുന്ന ഡ്രൈ ത്രൂ സജ്ജീകരണം. ലോകത്തിൽ എവിടെ ചെന്നാലും മക്ഡൊണാൾഡ്സിന് ഒരേ രൂപം, ഒരേ രുചി, വിൽപ്പനക്കാർക്ക് ഒരേ വേഷം. മക്ഡൊണാൾഡ്സിനെയും KFCയെയും പിന്തുടർന്ന് കേരളീയ നഗരങ്ങളിലും ബർഗർ എന്ന ഇറച്ചിയപ്പത്തിന് പ്രിയമേറി വരികയാണ്. ബർഗറുകളുടെ വികൃത അനുകരണം, ഇറച്ചിക്കഷ്ണവും പാൽക്കട്ടിയും പച്ചക്കറികളും ചേർത്ത് ബേക്കറികൾ ഉണ്ടാക്കുന്ന ഹോട്ട് ഡോഗ്, കണ്ടാലുടൻ നാവിൽ വെള്ളമൂറുന്ന കടിച്ചാൽ പൊട്ടാത്ത പേരുള്ള ഭക്ഷ്യ ഇനങ്ങൾക്ക് പ്രത്യേകതരം സ്വാദു പകരുന്നത് വിവിധതരം എസൻസുകളും രാസപദാർത്ഥങ്ങളുമാണ്. നാവിന് രസമാണെങ്കിലും വയറിന് വശക്കേടാണ്. ഇതാണ് സ്റ്റൈല്, അതുകൊണ്ട് അങ്ങ് കഴിച്ചു കളയാം. പിന്നെ ആ ടേസ്റ്റ്, അതിനൊരു അഡിക്റ്റീവ്, നമുക്ക് അതിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ കഴിക്കണമെന്നുള്ള ഒരു ആസക്തി തോന്നുന്ന രീതിയിലുള്ള ചില ഫോർമുലകൾ ഈ ഫ്രൈഡ് ഭക്ഷണങ്ങളിൽ ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ്, ഉരുളക്കിഴങ്ങ് വറുത്ത, നമ്മൾ എത്ര കണ്ട് ഉരുളക്കിഴങ്ങ് വറുത്ത് പാകം ചെയ്താലും ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ കിട്ടുന്ന, ഇപ്പോഴിവിടെയും കിട്ടും, ചെയിൻ ഭക്ഷണം ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ ഒരു അഡിക്റ്റീവ്നെസ് വളർത്തുന്ന രീതിയിലുള്ള ഭക്ഷണമുണ്ട്. ഇതിനോട് ചെറിയ തലമുറയാണ് വാസ്തവത്തിൽ ഇതിന് അടിപ്പെട്ടിരിക്കുന്നത്. ടെലിവിഷൻ പരസ്യങ്ങളിൽ കായിക താരങ്ങളും സിനിമാ താരങ്ങളും കുടിക്കുന്ന കോളകൾ കേരളത്തെയും കീഴടക്കിയിരിക്കുകയാണ്. കോളകളുടെ നിർമ്മാണ ഫോർമുല നമുക്കിപ്പോഴും അജ്ഞാതമാണ്. കോളകൾ സ്ഥിരമായി കുടിക്കുന്നവരുടെ വിശപ്പ് കെടുകയും ആമാശയം തകരുകയും ചെയ്യാറുണ്ട്. എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കോളയുടെ സ്വാദ് മാത്രമല്ല, വീര്യവും കൂടിയാണ്. ഒരു ദാഹശമനി എന്നതിനേക്കാൾ ലഘുവായ തോതിലെങ്കിലും ഉന്മേഷം നൽകുന്ന ഒരു ഉത്തേജക വസ്തുവാണ്. കിക്ക് കിട്ടാൻ കോളകളിൽ അനാസിനും മറ്റും ഇട്ട് കഴിക്കുന്നവരും ധാരാളമാണ്. കോളയിൽ തുടങ്ങുന്നവരാണ് പിന്നീട് ബിയർ നുണയാനും വിദേശ മദ്യം വീശാനും തയ്യാറാവുന്നത്. മനുഷ്യൻ്റെ അതിവിശിഷ്ടമായ ബോധമാണ് രുചി. വിശപ്പിൽ നിന്നാണ് രുചി ഉത്ഭവിക്കുന്നത്. കുട്ടികൾക്കും വയസ്സെന്നവർക്കും രതിയേക്കാൾ സുഖകരവും ആസ്വാദ്യകരവുമാണ് രുചിഭേദങ്ങൾ. രുചിയോട് ആസക്തി പൂണ്ടവരാണ് മക്ഡൊണാൾഡ്സിൻ്റെയും കാർഗിലിൻ്റെയും KFCയുടെയും ഉപാസകർ. ഈ ബഹിരാഷ്ട്ര കുത്തകകൾ കേരള മണ്ണിൽ കാലുകുത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മക്ഡൊണാൾഡ്സ് വന്നാൽ മിക്കവാറും ഹോട്ടലുകളുടെ കഥ കഴിയും. കാർഗിൽ വന്നാൽ നാടൻ ബേക്കറികളെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും. പരമ്പരാഗതമായ ആഹാരങ്ങളും ഈ ബേക്കറികളിൽ കിട്ടുന്ന പിസ്സയും സാൻഡ്വിച്ചൊക്കെ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമാണ്. ചൈനീസ് ആഹാര രീതികളും ഇവന് നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങും എല്ലാം എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ കേരളീയ ഭക്ഷണ രീതി തന്നെ ഞാൻ പലപ്പോഴും മടുത്തു പോകാറുണ്ട്. എനിക്ക് ഒരേ രുചി, ഓർമ്മ വെച്ചപ്പെട്ടിട്ടുള്ള ഒരേ രുചിയുണ്ടല്ലോ, അത് ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ഈ ഇത്തരം മാറ്റങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ. AKG സ്ഥാപിച്ച തൊഴിലാളി സഹകരണ സംഘം. കോഫി ഹൗസിലെ കാപ്പിയുടെ സ്വാദ് മറ്റൊരിടത്തും ലഭ്യമല്ല. തികഞ്ഞ ഗുണമേന്മ പുലർത്തുന്ന മസാല ദോശ പുകൾപെട്ടതാണ്. നക്ഷത്ര ഹോട്ടലുകളേക്കാൾ രാജകീയ പ്രൗഢിയോടെയും വൃത്തിയോടെയും ഇന്ത്യൻ കോഫി ഹൗസുകൾ നമുക്ക് സ്വാഗതമരുളുന്നു. ബഹിരാഷ്ട്ര കമ്പനികൾ പ്രചരിപ്പിക്കുന്ന പുതിയ ഭക്ഷണശീലത്തിൻ്റെ അടിമകൾ കുട്ടികളാണ്. കൃത്രിമമായ നിറവും മണവുമാണ് അവരെ കൊതിപ്പിക്കുന്നത്. എന്നാൽ പഴയ ഭക്ഷണശീലത്തിലേക്ക് കേരളീയർ അതിവേഗം മടങ്ങി വരികയാണ്. കേരളത്തിലെ ഗന്ധമസാലകൾക്ക് പ്രാമുഖ്യമുള്ള നാടൻ ഭക്ഷണത്തോടുള്ള താല്പര്യം വിദേശികൾക്കിടയിലും വർദ്ധിച്ചു വരുന്നു. ആരോഗ്യദായകവും ഗുണമേന്മയുമുള്ള കേരള തനിമയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾക്കും ചേരുവകൾക്കും ഇപ്പോൾ 5 നക്ഷത്ര മൂല്യമാണുള്ളത്.